ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. 2012 ചേർത്തല ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യന് ബന്ധമെന്ന് കണ്ടെത്തി. സെബാസ്റ്റ്യനും ഐഷയും പരിചയക്കാരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കത്തിച്ച നിലയിൽ കണ്ടെത്തിയ അസ്ഥികൾക്കൊപ്പം ലഭിച്ച പല്ല് നിർണായക സൂചനയാണ്. കണ്ടെത്തിയ ക്ലിപ്പിട്ട കൃത്രിമ പല്ല് ഐഷയുടേതിന് സമാനമാണ് എന്ന വിവരങ്ങൾ കൂടി പങ്കുവെക്കപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി VS അനുരാഗ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. സംഭവ സ്ഥലത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുരാഗ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തിരോധാന കേസ് ഈ മൃതദേഹാവശിഷ്ടവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നതിന് പോലീസിൽ ലഭിച്ചിട്ടുള്ള ആധികാരിക തെളിവുകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം വരെ ബിന്ദു പത്മനാഭൻ തിരോധാനം, അതിനൊപ്പം കോട്ടയം സ്വദേശിനി ജൈനമ്മ തിരോധാനം, ഈ രണ്ട് കേസുകളിലാണ് സെബാസ്റ്റ്യന് പങ്കെന്ന് കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ മറ്റൊരു നിർണായക തെളിവ് കൂടി സെബാസ്റ്റ്യനെതിരെ വന്നിരിക്കുകയാണ്. ചേർത്തല സ്വദേശിയായ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇവർ തമ്മിൽ പരിചയക്കാരാണെന്നതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. ഏറ്റവും ഗുരുതരമായത് ബിന്നിൽ സൂചിപ്പിച്ചതുപോലെ പള്ളിപ്പുറത്ത് നിന്ന് സെബാസ്റ്റ്യന്റെ വീട്ടുപരിസരത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടം, അതിൽ നിന്ന് ലഭിച്ച പല്ല് ആ ക്ലിപ്പിട്ട കൃത്രിമ പല്ലായിരുന്നു. അത് ഐഷയുടേതിന് സമാനമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി DNA പരിശോധനയിലൂടെ മാത്രമേ ഇത് ആരുടേതാണ്, ബിന്ദു പത്മനാഭന്റേതാണോ അല്ലെങ്കിൽ ജൈനമ്മയുടേതാണോ അല്ലെങ്കിൽ ഐഷയുടേത് തന്നെയാണോ എന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവൂ. എന്തായാലും നമുക്ക് ഇപ്പോൾ സെബാസ്റ്റ്യനെതിരെ ഈ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്താൻ ഐഷയുടെ അയൽവാസിയായ റോസമ്മ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സെബാസ്റ്റ്യനെ പരിചയം, ഐഷയും സെബാസ്റ്റ്യനുമായുള്ള എങ്ങനെയാണ് പരിചയം, ഇക്കാര്യങ്ങളൊക്കെ അറിയാമോ? എനിക്ക് അറിയാവുന്നത്, ഞാൻ എൻ്റെ ഈ പറമ്പിനോട് ചേർന്ന് കിടന്ന 1/2 ഏക്കർ സ്ഥലം ഞാൻ 2016 മേടിച്ചു. അത് കഴിഞ്ഞിട്ട് 2017 കാലഘട്ടത്തിൽ ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും കൂടി JCB വിളിച്ച് എൻ്റെ പറമ്പ് എൻ്റെ അനുവാദമില്ലാതെ തെളിച്ചു. അവർ രണ്ടുപേരും ഉണ്ടായിരുന്ന ആ സ്ഥലത്ത്. അതുതൊട്ടാണ് അവരുടെ കാര്യം അറിയാൻ പറ്റുന്നത്. പിറ്റേ ദിവസം ഞാൻ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് സെബാസ്റ്റ്യൻ ആ സ്ഥലം മേടിക്കാനാണ്, അതോ അല്ലെങ്കിൽ വേറെ ഒരാളെ കൊണ്ടൊന്ന് മേടിപ്പിക്കാനാണോ എന്തിനോ വേണ്ടിയിട്ടാണ് അത് തെളിച്ചതെന്നുള്ളത് ഞാൻ അറിയുന്നത്. അങ്ങനെ അവർ തങ്ങളിൽ അറിയാവുന്നേ എനിക്കറിയത്തുള്ളൂ, അല്ലാതെ അതിൻ്റെ പറ്റി ബാക്കി കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് സെബാസ്റ്റ്യൻ ഈ സ്ഥലം കച്ചവടം ചെയ്യാനും പുള്ളിക്കായിട്ട് അങ്ങനെ പല പ്രാവശ്യം കയറി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ കല്യാണം ആലോചിച്ചു, എന്നെ പുള്ളിക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ചു. അന്നേരം ഞാൻ പുള്ളി പറയുന്നതൊക്കെ കേട്ടു, പക്ഷേ എനിക്കത് അത്ര വിശ്വാസമായിട്ട് തോന്നിയില്ല. അത് കാരണം ഞാൻ തിരുനെല്ലൂർ പള്ളിയിൽ, അതായത് സെബാസ്റ്റ്യൻ്റെ ഇടവക തിരുനെല്ലൂർ പള്ളിയാണ്, ഞാൻ ആ പള്ളിയിൽ പോയി അവിടുത്തെ വികാരി അച്ഛനോട് കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെയുള്ള ആളിൻ്റെ സ്വഭാവമൊക്കെ അറിയാൻ പോയതാണ്. പക്ഷേ ആളിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അച്ഛൻ തലയ്ക്ക് കൈ കൊടുത്തേച്ച് റോഡല്ല അതിനേക്കാളും വലിയ ആളാണ് എന്ന് അതിനോട് പറഞ്ഞത്. കാരണം പിന്നെ ഞാൻ വേറെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല, ഞാൻ തിരിച്ചു പോന്നു. ഇവിടെ വന്ന് പുള്ളി എന്നോട് വിളിച്ച് ചോദിച്ചു എങ്ങനെയാ കല്യാണക്കാരോ. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ ആളുണ്ട്, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വിളിച്ച് വിവരം പറയാം, അവർ വന്നിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഞങ്ങൾ തങ്ങളിൽ അങ്ങനെ ഒരു ബന്ധം വന്നിട്ടില്ല. പക്ഷേ ഐഷ ഇവിടെ അയൽവക്കത്തുള്ളതുകൊണ്ട് ഞങ്ങൾ കാണുകയും പറയുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ അവർ തങ്ങളിൽ ബന്ധമുണ്ടോയെന്ന് എന്നും എനിക്കറിയത്തില്ല. പിന്നെ ഐഷ മിസ്സാകുന്ന അന്ന് ഐഷയുടെ ഫോണിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്. അപ്പം കോള് വന്നപ്പോൾ ഞാൻ കാണാതായി കഴിഞ്ഞപ്പം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അത് പോലീസുകാരെന്നെ വിളിച്ചു, അതായത് മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നൊക്കെ വിവരം അറിയാൻ വേണ്ടിയിട്ട് പോലീസ് എന്നെ വിളിച്ചു. ഐഷയുടെ ഫോൺ വന്ന കാര്യമൊക്കെ ഞാൻ അവിടെ പറയുകയും ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരിക്കൽ മാത്രമാണോ, എത്ര മാസക്കാലം ഇങ്ങനെ കാണാതായ ശേഷം ഐഷയുടെ മൊബൈൽ ഫോണിൽ നിന്ന് റോസമ്മയ്ക്ക് കോൾ വന്നിട്ടുണ്ട്? ആ ഒരു ദിവസം 3 കോള് വന്നു. പിന്നെ കോള് ഇടയ്ക്കൊക്കെ വരും, പക്ഷെ തിരിച്ച് അല്ലാതെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും. കോള് വന്നിട്ട് തന്നെയില്ല, അല്ലാതെ തന്നെ ഞാൻ എപ്പോഴെല്ലാം ഒന്ന് കൈ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജൈനമ്മയുടെ, നേരത്തെ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാതായ കേസിൽ അന്വേഷണ സംഘം സെബാസ്റ്റ്യനിലേക്ക് എത്തിയത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലാണ്. ഒരു പ്രാവശ്യം ഇത്തരത്തിൽ റീചാർജ് ചെയ്യാനായി ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഓണാക്കിയ സമയത്താണ് ആ ടവർ ലൊക്കേഷൻ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ ഇപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയ വീടാണ് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. സമാനമായ സംഭവം തന്നെയാണ് ഐഷ കേസിലും ഉണ്ടായിരിക്കുന്നത്. കാണാതായതിനു ശേഷം ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ ഇത്തരത്തിൽ കണ്ടെത്തി
നടത്തിയിട്ടുണ്ട്. പക്ഷേ റോസമ്മയ്ക്ക് പലതവണ കോൾ വന്നിട്ടുണ്ട്. പക്ഷെ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രൂപേഷ് നമുക്കൊപ്പം ചേരുകയാണ്. പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? എന്താണ് ഇനി വരും ദിവസങ്ങളിൽ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം എന്താണ്? ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ പോലീസിൻ്റെ അനാസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും വർഷം ഇത് നീണ്ടുപോകാൻ കാരണം. പിന്നീട് ക്രൈംബ്രാഞ്ച് ഇത് ഏറ്റെടുത്തതിന് ശേഷമാണ് കേസന്വേഷണത്തിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത്. ബിന്ദുവിൻ്റെ ഭൂമി വ്യാജരേഖകൾ ചമച്ച് സെബാസ്റ്റ്യൻ മറച്ചുവിറ്റതായിട്ടുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നു. പക്ഷെ ബിന്ദു ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയാണ് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് DNA പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ ഇത് ബിന്ദുവാണോ, ഐഷയാണോ, ജൈനമ്മയാണോ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആക്ഷൻ കൗൺസിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇനി സമഗ്ര അന്വേഷണത്തിൽ ഏത് ഉദ്യോഗസ്ഥൻ ലെവലിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ ആക്ഷൻ കൗൺസിൽ ആഗ്രഹിക്കുന്നത്? ഇതിൽ ബിന്ദുവിൻ്റെയും ജൈനമ്മയുടെയും ഐഷയുടെയും കേസ്, ഇതിൽ സെബാസ്റ്റ്യൻ്റെ പങ്ക് വ്യക്തമായ രീതിയിൽ പുറത്തു വന്നിരിക്കുന്നു. പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം, ഇത് മൂന്നും ഏകീകരിച്ചുകൊണ്ട് ഒരു IG ലെവലിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. അതിനുള്ളൊരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ബിനിൽ, ഇപ്പോൾ സെബാസ്റ്റ്യൻ കോട്ടയത്തെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകും. അതിൽ ഇതുവരെയും കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അവിടെ ഗുരുതരമായ അല്ലെങ്കിൽ ദുരൂഹതയുള്ള ഒരു സ്ഥലം കൂടിയുണ്ട്. വീടിനകത്ത് പുതിയതായി ഗ്രാനൈറ്റ് പാകിയ ഒരു സ്ഥലം കൂടി ഉണ്ട്. ആ ഗ്രാനൈറ്റ് പഴയ വീട്ടിൽ എങ്ങനെയാണ് പുതിയ ഒരു ഗ്രാനൈറ്റ് പാകിയ സ്ഥലം വന്നത് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് സംശയമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് പൊളിച്ച് അതിന് അടിഭാഗം പരിശോധിക്കാനുള്ള നീക്കമൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ സെബാസ്റ്റ്യന്റെ സ്ത്രീകളുമായി, നിരാലംബരായ സ്ത്രീകളെ സമീപിച്ച് അവരുടെ വസ്തുക്കളിലൊക്കെയും ഇടപെട്ട് അവരെ വിവാഹ അഭ്യർത്ഥനയൊക്കെ നടത്തുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പല ആരോപണങ്ങളായി വന്നിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ നിർണായകമായ അല്ലെങ്കിൽ ആ ആക്ഷേപങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന ഒരു മൊഴിയാണ് ആ സെബാസ്റ്റ്യൻ ബന്ധപ്പെട്ട തന്നെ റോസമ്മ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശേഖരിച്ചിട്ടുള്ള തെളിവുകളും സെബാസ്റ്റ്യന് കുരുക്കാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനുരാഗ് ആലപ്പുഴയിൽ നിന്ന്.